2020 ഡിസംബർ മാസത്തിലാണ് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ മാരകമായ കൊറോണ എന്ന വ്യാധി പടർന്നു പിടിച്ച സമയമാണ്. അതിനെതിരായ പ്രതിരോധങ്ങൾ സൃഷ്ടിക്കാനും ബോധവൽക്കരണം നടത്താനും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഏതാണ്ട് 2 വർഷക്കാലം നീണ്ടുനിന്നു. ഞങ്ങളുടെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ആരംഭിച്ചതും അവസാനിച്ചതും 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ ഭാഗമായി സാധാരണഗതിയിൽ പ്രകടന പത്രികയിൽ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിനേക്കാളുപരി ഒരുപക്ഷെ പ്രോഗ്രസ് കാർഡിലെ മാർക്ക് നിർണയിച്ചാൽ 110% മാർക്കോടുകൂടിയാണ് ഈ ഭരണസമിതി ഇപ്പോൾ ഒഴിയുന്നത്. ആദ്യമായി ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറയാത്ത സാംസ്കാരിക രംഗമാണ് ഞങ്ങൾ പ്രധാനമായി ശ്രദ്ധിച്ചത്. കാരണം നെയ്യാറ്റിൻകര സാംസ്കാരികമായും ചരിത്രപരമായും പിന്നെ അതുപോലെ തന്നെ നിരവധി സാമൂഹികമായും നിരവധി യോദ്ധാക്കളെ സൃഷ്ടിച്ച ഒരു ചരിത്ര ഭൂമിയാണ്. ഈ ചരിത്ര ഭൂമിയിൽ ഇത്തരം സാഹിത്യകാരന്മാരെ സൃഷ്ടിക്കാൻ കഴിയാത്തത് ഒരു പോരായ്മയെ കണ്ടുകൊണ്ടാണ് ബഹുമാന്യായ സുഗതകുമാരിയുടെ മരണത്തോടുകൂടി നമ്മൾ സുഗതാ സ്മൃതി എന്ന് പറയുന്ന ആശയത്തിലേക്ക് മാറിയത്. ആ സുഗതാ സ്മൃതി ഞങ്ങളെ നെയ്യാർ വരമൊഴിയിലെ സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി ഏറ്റവും മനോഹരമായ ഒരു ഇടമായി മാറ്റുക മാത്രമല്ല, ഇന്ന് എല്ലാ ദിവസവും യുവ കായിക രംഗത്ത് ഉള്ളവർ അവിടെ വന്ന് നിരവധി പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു ഇടമായി മാറി. ഇതിനെ തുടർന്നാണ് ഇതിൻ്റെ പിതാവ്, സിനിമയുടെ പിതാവ് എന്ന് പറയുന്ന JC ഡാനിയൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശില്പം JC ഡാനിയൽ ട്രസ്റ്റിൻ്റെ ഭാഗമായി സോന S നായർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഞങ്ങൾക്ക് സംഭാവന നൽകുന്നത്. ആ JC ഡാനിയൽ ശില്പം വളരെ ഉചിതമായ ഒരു സ്ഥലത്ത് ഞങ്ങൾ പ്രതിഷ്ഠിക്കുകയും നിംസ് മെഡിസിറ്റിയുടെ സഹായത്തോടു കൂടി അവിടെ ഒരു പൂന്തോട്ടം സൃഷ്ടിക്കുകയും ചെയ്തു. 2022 അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ സജി ചെറിയാനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. തദവസരത്തിൽ ഒരു ഓപ്പൺ തിയേറ്ററിൻ്റെ സാമ്പത്തിക സഹായം ഞങ്ങൾ ആവശ്യപ്പെടുകയും അതനുസരിച്ച് 25 ലക്ഷം രൂപ സാംസ്കാരിക വകുപ്പ് നൽകുകയും ചെയ്തു. അവിടെ നിന്നാണ് JC ഡാനിയലിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഇന്ന് ഏതാണ്ട് 56 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു ഓപ്പൺ തിയേറ്റർ എന്ന് മാത്രമല്ല, എല്ലാ ദിവസവും സിനിമ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ അഭൂതപൂർവമായ ജനക്കൂട്ടത്തിൻ്റെ ഭാഗമായി ഇന്ന് JC ഡാനിയൽ മാറി. ഇന്ത്യയിലെ ക്യാപിറ്റലായ ഡൽഹിയിൽ നിന്ന് അടക്കം ഇതിൻ്റെ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങാനും ഇത് കാണാനും വന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചാരിതാർത്ഥ്യകരമായ സംഭവമാണ്. പെരുമ്പഴൂർ വികസനം 2000-ലാണ് പെരുമ്പഴൂർ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത് നമ്മുടെ നഗരസഭയുമായി യോജിപ്പിക്കുന്നത്. അന്ന് പറഞ്ഞതാണ് ഈ ഗ്രാമത്തെ, പെരുമ്പഴൂർ ഗ്രാമത്തെ ഒരു വികസനത്തിൻ്റെ പന്താവിലേക്ക് കൊണ്ടുപോകും എന്ന്. 25 വർഷം സാധ്യമാകാത്തത് ഞങ്ങൾ ഈ വർഷം ആ പെരുമ്പഴൂർ വികസനം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കുക മാത്രമല്ല, അവിടെ ഒരു ഓപ്പൺ തിയേറ്ററും ഒരു ഗാർഡനും ഏതാണ്ട് പണി പൂർത്തിയാക്കി. നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് അത്യാധുനികമായ മാർക്കറ്റായിരിക്കണം. അതിന് അനുയോജ്യമായ രീതിയിൽ 2.5 കോടി രൂപ അനുവദിക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ചിരകാല അഭിലാഷമാണ് നെയ്യാറ്റിൻകരക്കാരുടെ ഒരു പൊതു ശ്മശാനം എന്ന് പറയുന്നത്. നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന ഒരു പൊതു ശ്മശാനത്തിന് വേണ്ടി ഈ ഭരണസമിതി വന്നപ്പോഴും നിരവധി സ്ഥലങ്ങളിൽ പൊതു ശ്മശാനം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടെയെല്ലാം പ്രതിഷേധവും അതുപോലെ തന്നെ നിരവധിയായ സമരങ്ങളും ഉയർന്നു വന്നു. അതിനെ തുടർന്നാണ് നമ്മുടെ ഭൂപ്രദേശത്ത് നിന്ന് ഏതാണ്ട് 400 അടി പൊക്കത്തിലുള്ള മലഞ്ചാണി എന്ന് പറയുന്ന പ്രദേശത്ത് 1 ഏക്കർ ഭൂമി ഞങ്ങൾ വിലയ്ക്ക് വാങ്ങി. ആ വിലയ്ക്ക് വാങ്ങിയ ഭൂമിയിൽ ഞങ്ങൾ പണി തുടങ്ങും മുമ്പ് തന്നെ നാട്ടുകാരുടെ പ്രതിഷേധം ഉയർന്നു. നിരവധി പ്രക്ഷോഭങ്ങൾ അവർ നടത്തി. അവസാനം കോടതിയിൽ കേസായി.
7 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ സംസാരിക്കേണ്ടത് വന്നത്. ഹൈക്കോടതിയിലടക്കം. അവസാനം ഹൈക്കോടതി പറഞ്ഞു നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രതിബന്ധങ്ങളെല്ലാം തകർത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയത്. വീണ്ടും അതിൻ്റെ ശിലാസ്ഥാപനം നടത്താൻ പോകുമ്പോൾ വലിയ പ്രതിഷേധമായിരുന്നു. നാട്ടിലെ ആളുകൾ മുഴുവനും വന്ന് ഞങ്ങളെ ചെറുക്കുകയും ഒരുപക്ഷെ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആ പ്രദേശത്ത് ഒരു പയ്യൻ തയ്യാറായി. പോലീസിൻ്റെയൊക്കെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം നമുക്ക് മാറ്റി ശിലാസ്ഥാപനം നടത്തി. ഇന്ന് ഇക്കഴിഞ്ഞ മാസം 31-ാം തീയതി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അത് ഉദ്ഘാടനം ചെയ്തു. വളരെ 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 മനോഹരമായ ഒരു സ്ഥലത്താണ് ശാന്തി ഇടം എന്ന നാമത്തിൽ ഈ പൊതുശ്മശാനം ഉണ്ടാക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു 10-15 ദിവസത്തിനകം തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ നോക്കണം, ഇതുപോലെ തന്നെ 2-3 ചെറിയ ചെറിയ പ്രൊജക്റ്റുകളാണ് ഭിന്നശേഷി കുട്ടിക്കാരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി. ബഡ് സ്കൂൾ ഇതുവരയ്ക്കും നെയ്യാറ്റിൻകര നഗരസഭ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യമാണ്. ആ ബഡ് സ്കൂളിന് വേണ്ടി തുക അനുവദിക്കുകയും അതിൻ്റെ കെട്ടിട പണി ഇത് ഏതാണ്ട് പൂർത്തിയാവുകയും ചെയ്തു. നമ്മളെ മാനവീയം പോലെ തന്നെ ഒരു നൈറ്റ് സ്ട്രീറ്റ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ അവിടെ പണിയൊന്നും പൂർത്തിയാക്കിയില്ല. അതിനെ സംബന്ധിച്ച് നിരവധി കമൻസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു. അവരോട് വളരെ വിനയപുരസരം പറയാനുള്ളത് 10-ാം തീയതി ഇത് വന്നതുകൊണ്ട് 10-ാം തീയതി 12 മണിക്ക് വാർത്താ സമ്മേളനം നടക്കും എന്ന് കണ്ടുകൊണ്ട് അതിനു മുമ്പ് അത് ഉദ്ഘാടനം ചെയ്തത് മാത്രമാണ്. വരും ദിവസങ്ങളിൽ അതിൻ്റെ പണിയും പൂർത്തിയാക്കി നൈറ്റ് സ്ട്രീറ്റ് ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയും. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതു ഇടം. നമ്മുടെ നാട് വിഴിഞ്ഞം പദ്ധതി വരുന്നതോടുകൂടി വല്ലാത്ത വികസനം ഒരു 10 കൊല്ലത്തിന് വരും. അന്ന് ആളുകൾക്ക് ഇരിക്കാനും കേന്ദ്രീകരിക്കാനും സംസാരിക്കാനും ഇടങ്ങളില്ലാതിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പൊതു ഇടം എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടപ്പനയിൽ ഒരു പൊതു ഇടം നമ്മൾ അതും ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യണം എന്ന കാരണത്താലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല. വളരെ താമസിയാതെ തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയും. വിവിധ മേഖലകൾ 6 വെൽനസ് സെന്ററുകളാണ് നെയ്യാറ്റിൻകര നഗരസഭയിൽ പ്രവർത്തിക്കുന്നത്. നോക്കണം, കേരളത്തിൽ ഒരു നഗരസഭയിലും 6 വെൽനസ് സെന്ററുകളില്ല. അത് നടപ്പിലാക്കുക മാത്രമല്ല 3 കോടി രൂപയാണ് ഈ വർഷം 23 റോഡുകൾക്ക് വേണ്ടി അനുവദിച്ചത്. തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഒരു റോഡും മോശമായിരിക്കരുത് എന്ന കാഴ്ചപ്പാടുകൂടിയാണ് ചെയ്തത്. പക്ഷേ മഴയുടെ കാരണം ചില റോഡുകളുടെ പണികൾ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ രംഗത്തും ഭിന്നശേഷിയായാലും അതുപോലെ തന്നെ അംഗനവാടികളെല്ലാം ഞങ്ങളുടെ സ്വന്തമായ അംഗനവാടികളെല്ലാം തന്നെ സ്മാർട്ട് അംഗനവാടികളാക്കി മാറ്റി. ഞങ്ങൾ കരസ്പർശം ഏൽക്കാത്ത ഒരു മേഖലയുമില്ല. ഏറ്റവും പുതുതായി ഞങ്ങൾ പ്രഖ്യാപിച്ചത് ഡയാലിസിസ് പേഷ്യന്റ് ഒരു ഡയാലിസിസിന് 750 രൂപ ഞങ്ങൾ നൽകും. ഒരു മാസം 4 ഡയാലിസിസ് ചെയ്യാൻ 3000 രൂപ നൽകും. ചെയർമാൻ്റെ റിലീഫ് ഫണ്ടുണ്ട്. ആ റിലീഫ് ഫണ്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ 4 ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നു. ആ 4 ലക്ഷം രൂപ ഏതാണ്ട് 200-ലധികം വരുന്ന ക്യാൻസർ രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ നടപടികളും സ്വീകരിച്ചു. ഞാൻ സൂചിപ്പിക്കുന്നത് വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ ആലങ്കാരികമായി പറഞ്ഞാൽ ഒരു പൂക്കാലം ആയിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതിനെല്ലാം സഹായിച്ച ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനവിഭാഗങ്ങളോട് എന്നും കടപ്പാടും സ്നേഹവും ഉണ്ടായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ച് എൻ്റെ കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. നന്ദി. ഒരു സ്ഥാനാർത്ഥിത്വം ലഭിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിച്ചൊരു ഭൂരിപക്ഷം അന്ന് ഇടതുപക്ഷത്തിന് ഇല്ല എന്നുള്ളൊരു വിമർശനം പൊതുവെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒറ്റ സീറ്റിൻ്റെ ഒരു ഭൂരിപക്ഷത്തിൽ പോയി. ഈ ഒറ്റ സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ പോയതുകൊണ്ട് ഈ 5 വർഷക്കാലം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഭരണരംഗത്ത് ഉണ്ടായിട്ടുണ്ടോ? അതൊരു വെല്ലുവിളിയായിട്ട് മാറിയിട്ടുണ്ടോ? വളരെ ക്രിയാത്മകമായ ചോദ്യമാണ് താങ്കൾ ഉന്നയിച്ചത്. LDF 18, UDF 17, BJP 9. ഇതാണ് കക്ഷിത്തിര. UDF-ലെ അംഗങ്ങളെല്ലാം കരുത്തന്മാരാണ്. നിരവധി പ്രാവശ്യം മത്സരിച്ച് ജയിച്ച് ഈ നഗരസഭയിൽ അവരുടേതായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടാവും. ഒട്ടും മോശമല്ല BJP. ഇവിടെ 18 LDF എന്ന് പറയുമ്പോൾ 15 CPM,
2 CPI, ഒരു കേരള കോൺഗ്രസ്. ഇതാണ് കക്ഷിനില. വളരെ സ്നേഹത്തോട് താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് കഴിയും. ഒരു പ്രതിസന്ധി ഉണ്ടായില്ല. 5 വർഷ കാലയളവിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായി ബഡ്ജറ്റ് ബഹിഷ്കരിച്ച് പുറത്തു പോയതല്ലാതെ ഈ 5 വർഷ കാലയളവിൽ BJPക്കോ കോൺഗ്രസിനോ ഞങ്ങളുടെ നഗരസഭാ കൗൺസിലിൽ നിന്ന് വിയോജിപ്പ് പുറപ്പെടുവിച്ചുകൊണ്ട് പുറത്തു പോകാൻ കഴിഞ്ഞിട്ടേയില്ല. അത് അവരുടെ സഹകരണം ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരെ പിണക്കിക്കൊണ്ടു അല്ലെങ്കിൽ അവരെ മറ്റൊരു കക്ഷിയായി നിലനിർത്തിക്കൊണ്ടു പോകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു നഗരസഭ എന്ന് പറഞ്ഞാൽ 1, 2, 3 വാർഡുകൾ വികസിക്കുക അല്ല നഗരസഭ. ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒന്നുപോലെ വളർന്നാൽ മാത്രമേ ആ മനുഷ്യൻ പൂർണ്ണ മനുഷ്യനായിരിക്കും. അതുകൊണ്ട് തന്നെ നഗരസഭ പൂർണ്ണമായി വളരണം. പദ്ധതികൾ വിനിയോഗിക്കുമ്പോൾ, ഫണ്ടുകൾ കൊടുക്കുമ്പോൾ ഒരു വിവേചനവും ഞാൻ കാണിച്ചിട്ടില്ല. 44 പേർക്കും ഒരേപോലെ നൽകുകയും 44 പേരെയും സ്നേഹത്തോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമായി കാണുന്നു. പക്ഷെ അവരും അതുപോലെ തന്നെ എന്നോട് സഹകരിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ താങ്കളോട് പറയുന്നു. ഈ പ്രതിപക്ഷ കക്ഷികൾ എപ്പോഴും താങ്കൾക്കെതിരെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഈ ബജറ്റുകളെ കുറിച്ചാണ്. ബജറ്റുകളെല്ലാം ഒരു ആവർത്തന വിരസത ഉണ്ട്. കാരണം പഴയ ബജറ്റുകളിലുള്ള അതല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി പേസ്റ്റാണ് താങ്കൾ നടത്തുന്നത് എന്ന് ഉള്ളൊരു വിമർശനം സാധാരണ ബഡ്ജറ്റുകൾ നടക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ വിമർശനങ്ങൾക്ക് താങ്കളുടെ മറുപടി എന്താണ്? ഇത് ഒരു വാചികമായി പറയുന്നതാണ്. ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ ആ ബഡ്ജറ്റിൻ്റെ കാലാവധിക്ക് മുമ്പ് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാൻ കഴിയുകയില്ല. ഒരു സർക്കാരിനും കഴിയില്ല. നിങ്ങൾ നോക്കും, ചില പദ്ധതികൾക്കെല്ലാം ടോക്കൺ എന്ന് പറയും. 10 രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വെച്ചു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ പദ്ധതി ആ വർഷം നടപ്പിലാക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചില കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അത് നടപ്പിലാക്കാൻ ഒരു തദ്ദേശ സ്വയംഭരണ അതുകൊണ്ട് നടപ്പിലാക്കാത്തതിനെ അടുത്ത ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഒരു ആവർത്തനമായി അവർ ആക്ഷേപിക്കുമെങ്കിലും അത് ആവർത്തനത നടപ്പിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നടപ്പിലാക്കിയല്ലോ, അതാണ് വിഷയം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 100% എന്നുള്ളതല്ല, 110% നടപ്പിലാക്കി. അതിൽ അവർക്കും സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ പൊതുശ്മശാനത്തിൻ്റെ വിഷയം നമ്മൾ പല സ്ഥലങ്ങളിലും സ്ഥലം നോക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നഗരസഭ വിട്ടുള്ള ഒരു പ്രദേശം നോക്കി, നഗരസഭയ്ക്കകത്തുള്ള തന്നെ പെരുമ്പഴൂരിൻ്റെ ഒരു ഭാഗം നോക്കി, അവസാനമാണ് ഈ തൊഴുക്കൽ ഭാഗത്ത് നമ്മൾ സ്ഥാപിക്കുന്നത്, ഈ ഇതിൻ്റെ ശിലാസ്ഥാപനം നടത്തുന്നത്. പക്ഷേ നമ്മൾ ഈ ഭരണസമിതി അവസാനിക്കുമ്പോൾ അവിടെ അതിൻ്റെ ഒരു പൂർണ്ണ തോതിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ സാധിക്കാതെയാണ് ഇറങ്ങിപ്പോകുന്നത്, അല്ലെങ്കിൽ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാക്കുന്നത് എന്നുള്ളൊരു വിഷമമുണ്ടോ? ഇല്ല, 100% ഈ ഭരണസമിതിയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് അവിടെ ഒരു സംസ്കാരമെങ്കിലും നടത്തിയിട്ടേ പോകും. അതാണ് കാരണം. അവിടെ റോഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്. തുടർച്ചയായ മഴ നോക്കണം. റോഡ് വലിയ കുന്നം പ്രദേശമാണ്. റോഡ് ഇടാൻ കഴിയുന്നില്ല. അത് മാത്രമാണ് ബുദ്ധിമുട്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ റോഡ് ഇടാൻ വേണ്ടിയുള്ള പ്രവർത്തനം. ആ റോഡ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാ പണികളും കഴിഞ്ഞു. ഇലക്ട്രിക്കൽ പണികളും എല്ലാം. റോഡ് ഇടുക എന്നുള്ളത് മാത്രമാണ്. താങ്കൾ അവിടെ വന്ന് കണ്ടിരിക്കും. ആ റോഡ് ഇടാൻ കുറേ പ്രയാസമുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു 15 ദിവസത്തിനകം അത് പൂർണ്ണതയിൽ എത്തിച്ചിട്ടേ പോകൂ എന്ന വാശിയിലാണ് നിൽക്കുന്നത്. ഈ 5 വർഷത്തെ ഭരണം കൊണ്ട് സുഗമമായി അടുത്ത് വീണ്ടും LDFന് ഒരു തുടർ ഭരണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, ഇത്രയും വികസനത്തിൻ്റെ 913 കൗൺസിലുണ്ടായി 113 വർഷത്തിന് ശേഷം ഇത്രയും അക്കമിട്ട ഒരു വികസനം നടന്ന കാലഘട്ടമല്ലേത്. ആ വികസനം എന്ന് പറയുന്നത് ഏറ്റവും സുതാര്യമായ വികസനമാണ്. ഒരാൾ പോലും ഇന്ന് വരെ ഒരാക്ഷേപം, സാമ്പത്തിക കാര്യത്തിൽ ഒരാക്ഷേപം ഇന്ന് വരെ ഉന്നയിച്ചിട്ടില്ല, ഉന്നയിക്കാനുള്ള വഴി കൊടുത്തില്ല. അപ്പോൾ 1 സുതാര്യത, 2 വികസനം. ഈ സുതാര്യതയും വികസനവും തുടരാൻ അനുവദിക്കണം, അനുഗ്രഹിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാം. ചെയർമാൻ സ്ഥാനത്ത് മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ താങ്കളുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഏകദേശം പകുതിയിലധികം പേരും ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് അങ്ങനെയാണ് കണ്ടത്.
ഇനി അടുത്ത് വരുന്നത് ഒരു വനിതയാണ് അടുത്ത ചെയർപേഴ്സണായിട്ട് വരുന്നത്. നിങ്ങൾ LDF അല്ലെങ്കിൽ ഇടതുപക്ഷം ഒരു ചെയർമാൻ സ്ഥാനാർത്ഥിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണോ ഈ പിന്നെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്? അത് തീരുമാനിക്കുന്നതും പറയുന്നതും സാധാരണഗതിയിൽ ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഇല്ല. തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. ഇത് പറയേണ്ട ബാധ്യതയും CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനാണ്. അവരാണ് ഇതിൻ്റെ മറുപടി പറയേണ്ടത്. ഈ വേസ്റ്റ് മാനേജ്മെന്റിൽ ഒരു പരാജയമെന്ന് പൂർണ്ണ തോതിൽ ഇവർ പല സമയങ്ങളിലും പല അവസരങ്ങളിലും വേസ്റ്റ് മാനേജ്മെന്റ് നമുക്ക് നടപ്പിലാക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റ് പൂർണ്ണമായി നമ്മൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. കാരണം എന്താ? ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭൂമിയുണ്ട്. ഈ ഭൂമിയിലൊന്നും വേസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നടത്താൻ ആരും അനുവദിക്കുന്നില്ല. നെയ്യാറ്റിൻകരയ്ക്ക് ഇങ്ങനെ ഒരു സംസ്കാരം ഉള്ളത് അവർ സ്വയം മാറ്റണം. കാരണം എന്താ? നിരവധി ഭൂമിയുള്ള ഒരു നഗരസഭയാണ്. ഈ ഭൂമിക്കകത്ത് ഒന്നും വേസ്റ്റ് മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പറ്റില്ല. എവിടെ തുടങ്ങിയാലും പ്രക്ഷോഭം, എവിടെ തുടങ്ങിയാലും കലാപം. ഇങ്ങനെ ഒരു നടപടി വരുമ്പോൾ എന്ത് ചെയ്യും? അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട അമരമുള്ള ജംഗ്ഷനിൽ തുടങ്ങി. അതിന് വലിയ പ്രതിഷേധം വന്നില്ല. അവിടെ തുടങ്ങി. അവിടെയാണ് ഇപ്പോൾ ഇതുപോലെ 2-3 പ്ലാന്റുകൾ നമുക്ക് വന്നാൽ മാത്രമേ താങ്കൾ ഉന്നയിച്ച വേസ്റ്റ് മാനേജ്മെന്റിന്റെ പരിപൂർണമായ ശാശ്വതം നമുക്ക് കാണാൻ കഴിയും. അത് വരുന്ന ഭരണസമിതി വളരെ കൃത്യമായി ഏറ്റെടുത്ത് നടപ്പിലാക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് മാത്രമേ എൻ്റെ കാലത്ത് ചെയ്യാൻ കഴിയുന്ന പരമാവധി ചെയ്തു. തുമ്പൂർ മൊഴി ആയാലും ശരി, അതിൽ MCF ആയാലും ശരി, മിനി MCF ആയാലും ശരി. പക്ഷെ ഇതെല്ലാം പൂർണ്ണമായി പരിപാലിച്ചു പോകുന്നു എന്ന അഭിപ്രായം എനിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ചില നടപടികൾ, നമ്മുടെ ടോയ്ലറ്റ് വേസ്റ്റ് അതെടുക്കുക, അത് സംസ്കരിക്കേണ്ട പ്ലാൻ ഉണ്ടാക്കുക, അതിനുവേണ്ടി സ്ഥലം കണ്ടെത്തി നടപടികളുമായി മുന്നോട്ട് പോയി. പക്ഷെ സ്ഥലം നമുക്ക് ലഭിച്ചില്ല. വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്ഥലമാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അത് ലഭിക്കാതെ വന്നപ്പോൾ ആ പ്രവർത്തനം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ നോക്കണം, ഞങ്ങളുടെ കാലത്ത് 2022-23 ഞങ്ങളൊരു പ്രോജക്റ്റ് കൊടുത്തു, ആറാലുമൂടി. അത് മൈനോറിറ്റി കമ്മീഷൻ ബാക്ക്വേർഡ് ക്ലാസിന്റെ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവിടെ 6.5 കോടി രൂപയുടെ ഒരു ഇൻഡോർ സ്റ്റേഡിയവും 3.5 കോടി രൂപയുടെ ബസ് സ്കൂളും ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ ഒരു DPR തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു. ഞങ്ങൾ നിരവധി പ്രാവശ്യം ബന്ധപ്പെട്ടെങ്കിലും അത് ലഭ്യമായില്ല. ഇപ്പോ അതിൻ്റെ ഒരു കത്ത് വന്നിട്ടുള്ളത്, പുതിയ ഈ പ്രൈസ് ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി തന്നാൽ അത് അനുവദിക്കാമെന്ന്. ഞങ്ങളുടെ കാലത്ത് കൊടുത്തതാണ്. പുതിയ ഭരണസമിതിക്ക് അത് കിട്ടും. അത് ഏറ്റെടുത്ത് അമരമുള എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാണിജ്യ സമുച്ചയവും ഒരു ഇൻഡോർ സ്റ്റേഡിയവും വന്നാൽ ആ പ്രദേശം അങ്ങ് മാറും. അതിന് കഴിയും. അപ്പോൾ പുതിയ ഭരണസമിതി അതുകൂട്ട് ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് താങ്കൾ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതും തുടർന്ന് ചെയർമാനാവുന്നതും. ചെയർമാൻ ആയിരിക്കെ തന്നെയാണ് CPMന്റെ പ്രധാന പദവികളിൽ നിന്ന് താങ്കൾ രാജിവെക്കുന്നു, അല്ലെങ്കിൽ താങ്കളെ മാറ്റി എന്നുള്ള ആക്ഷേപമുണ്ട്. അതിനെപ്പറ്റി ഒരു പാർട്ടിക്ക് അനഭിമതനായിട്ട് മാറിയോ ഈ സമയത്ത് എന്നുള്ളൊരു ചോദ്യം പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. അങ്ങനെയില്ല. കഴിഞ്ഞ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാർട്ടിയാണ് എന്നോട് പറഞ്ഞത് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് തലയിൽ കൈവച്ച് പറഞ്ഞു. പാർട്ടി നിർബന്ധിച്ചു, ഇന്നത്തെ സാഹചര്യത്തിൽ താങ്കൾ മത്സരിക്കണം. അങ്ങനെയാണ് മത്സരിക്കുകയും ഒരു ന്യൂനപക്ഷ ഭരണസമിതിയായി മാറുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു സമ്മേളനം നടന്നു. 75 വയസ്സ് ആകുന്നവർ സാധാരണഗതിയിൽ ഉയർന്ന പോസ്റ്റിൽ നിന്ന് താഴോട്ട് വരണം. ഞാനന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമാണ്. എനിക്കന്ന് 75 വയസ്സ് പൂർത്തിയായി. ഞാൻ തന്നെയാണ് പറഞ്ഞത് എനിക്ക് 75 വയസ്സ് പൂർത്തിയായി, അതുകൊണ്ട് ഏരിയ കമ്മിറ്റിയിൽ നിന്നും എന്നെ ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കിയാണ്, ഇല്ലാതെ എൻ്റെ പാർട്ടി എന്നെ അനധിമവനായി തള്ളിക്കളയുകയല്ല. ഇന്ന് പാർട്ടി പറയുന്ന പരിപാടി ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. യാതൊരു വിധമായ ബുദ്ധിമുട്ടും എൻ്റെ പാർട്ടിക്കകത്തുനിന്ന് എനിക്ക് ഇതുവരെയും ലഭ്യമായിട്ടുമില്ല. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ PK രാജ്മോഹൻ എന്ന പേര് അതിലുണ്ടാവുമോ? ഇല്ല, ഇനി മത്സരിക്കുന്നില്ല എന്ന് തീർച്ചപ്പെടുത്തിയില്ല. അത് പാർട്ടിയോടും പറഞ്ഞിട്ടുണ്ട്. പാർട്ടി മത്സരിക്കുന്ന കാര്യത്തിൽ താല്പര്യപ്പെടുമ്പോൾ, കാരണം പ്രായമായി, 75 വയസ്സ് കഴിഞ്ഞു. ഇനിയും
നമ്മൾ ഇതുപോലത്തെ സ്ഥാപനങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് ഗുണകരമല്ല. പുതിയ യുവാക്കൾ കടന്നു വന്ന് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും.